നമസ്കാരം. ജൂൺ 5 വ്യാഴാഴ്ചത്തെ ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ 5-ാം തീയതിയിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ രാശിപ്രകാരം ഈ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായി തീരുന്ന സമയമാണ്. അഥവാ ഈ രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. പലവിധ നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ധനപരമായും മറ്റും അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതായ ദിവസമാകുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓ മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാർക്ക് ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. പ്രധാനമായും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. കൂടാതെ പല മാറ്റങ്ങളും ഇവരെ തേടിയെത്തുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. പ്രധാനമായും ചെയ്യുന്നതായ പല പ്രവൃത്തികളിലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇന്നേ ദിവസം അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ ഭാഗ്യാനുഭവങ്ങൾ ഇന്നേ ദിവസം പ്രതീക്ഷിക്കാം എന്നതും പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളും നടക്കുന്നതായ ഒരു സാഹചര്യം വന്നു ചേരാം. നീട്ടിക്കൊണ്ടുപോകുന്നതായ ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ നേട്ടങ്ങൾ വന്നു ചേരുക, സന്തോഷ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലരുടെയും പിന്തുണ ഇന്നേ ദിവസം നേടിയെടുക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം ചില പ്രവൃത്തികൾ മാറ്റിവച്ചിരുന്നതായ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഭാഗ്യം ഒപ്പം നിൽക്കുന്നതായ ദിവസം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം സന്തോഷത്തിൽ ആറാടുന്നതായ ഒരു സമയമായി തന്നെ മാറാം. കാത്തിരിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല മാറ്റങ്ങളും ജീവിതത്തിൽ എത്ര വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് വന്നു ചേരുക. സാമ്പത്തിക സ്ഥിതിയിൽ അല്പം ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്താം. സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. അതിൽ ചിലതെങ്കിലും നടക്കുവാനുള്ള സാധ്യതകൾ, പിന്തുണ ലഭിക്കുന്നതിനാൽ ആഗ്രഹം സാഫല്യം, അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ നേട്ടങ്ങളിൽ ഇന്നേ ദിവസം മറക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ്. വളരെ കാലമായി ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് ഗൃഹവുമായി ബന്ധപ്പെട്ടും ആകാവുന്നതാണ്. അതായത് ഭാര്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭർത്താവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാനുള്ള വഴികൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. അത്തരത്തിൽ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു സമയമായി തന്നെ മാറാവുന്നതാണ്. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസം. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സമയമാണ്. പല ജോലികളും പൂർത്തീകരിക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ട്. അതിന് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം.
പല കാര്യങ്ങളും നിർത്തിയിടത്തു നിന്നും ആരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക സ്ഥിതി ഇരട്ടിയാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നിരുന്നാലും കാര്യങ്ങൾ, പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പല വിധത്തിലും വെല്ലുവിളികൾ നേരിടേണ്ടതായി വരും. എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാകുന്നു. പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിൽ ചിലതെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ വിജയം കണ്ടു എന്ന് വരാം. ആരോഗ്യ കാര്യങ്ങൾ അല്പം മികച്ചതായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൃത്യമായി തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക സ്ഥിതി മികച്ചതായി തീരും. കൂടാതെ ഈ സമയം ആരോഗ്യ കാര്യങ്ങൾ നിസാരമല്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ പല പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക സ്ഥിതി അല്പം അനുകൂലമായി തീരും. പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ സഹായങ്ങൾ ലഭിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. നേട്ടങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ തേടിയെത്തുന്നതായ സമയമായി മാറാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും അനുകൂലമായി തീർന്നു എന്ന് വരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. മികച്ചതായ മാറ്റങ്ങൾ തേടിയെത്താം. സാമ്പത്തിക സ്ഥിതി അനുകൂലമാകുന്നതിനോടൊപ്പം സാമ്പത്തിക കാര്യങ്ങൾ ഗൗരവത്തോടെ തന്നെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തിക മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളുണ്ട്. എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷകരമായ ദാമ്പത്യ ജീവിതം, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ചില നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തി എന്ന് വരാം. പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. സാമ്പത്തിക സ്ഥിതി അല്പം അനുകൂലമായി തീരാം. അത് പല കാരണങ്ങൾ കൊണ്ടുമാകാം. സഹായമായാകാം, അല്ലെങ്കിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതായ ധനമോ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്താലോ ഇപ്രകാരം നിങ്ങളുടെ കൈവശം പണം വന്നു ചേരാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. വെല്ലുവിളികളുണ്ട്, എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുന്നതായ സാഹചര്യങ്ങൾ പോലും ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൃത്യമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം. എങ്കിലും പൊതുവിൽ ആരോഗ്യം അനുകൂലം തന്നെയാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ, അത് കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നത് മൂലം നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം വന്ന് നിറയാവുന്നതാണ്. പൊതുവിൽ ഇന്നേ ദിവസം ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്തുന്ന സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് വന്നു ചേരുന്നതായ അവസരങ്ങൾ ഈ രാശിക്കാർ ഏവരും പ്രത്യേകം ചെയ്യേണ്ടതായിട്ടുണ്ട്.